ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളത് 51ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ നമ്മളൊരു ക്ലാസ്സിനകത്ത് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക തന്നാൽ ആ സംഖ്യാശ്രേണി കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ പഠിച്ചത്. അത് തുകയും എണ്ണവും തരണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റസംഖ്യകൾ, തുടർച്ചയായിട്ടുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് തരുന്നതെങ്കിൽ, അതിൻ്റെ എണ്ണവുമാണ് തരുന്നതെങ്കിൽ ആ സംഖ്യാശ്രേണി നമുക്ക് കണ്ടുപിടിക്കാം. അതല്ല തുടർച്ചയായിട്ടുള്ള ഇരട്ടസംഖ്യകളാണ് തരുന്നതെങ്കിൽ, അതിൻ്റെ എണ്ണവും തരുന്നതെങ്കിൽ ആ സംഖ്യകളുടെ സംഖ്യാശ്രേണി അല്ലെ ആദ്യ സംഖ്യ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഉദാഹരണത്തിന് തുടർച്ചയായ 5 ഇരട്ടസംഖ്യയുടെ തുക, തുടർച്ചയായിട്ടുള്ള 5 ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 70 ഇരിക്കുക. പറഞ്ഞിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള 5 ഇരട്ടസംഖ്യകളുടെ തുക, തുടർച്ചയായുള്ള എണ്ണസംഖ്യയല്ല, ഇരട്ടസംഖ്യ. അപ്പോൾ ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 70. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സംഖ്യാശ്രേണി ഉണ്ടാക്കണമെങ്കിൽ ആ സംഖ്യയുടെ ആദ്യ സംഖ്യ എവിടെ തൊട്ടാണ് ആ സംഖ്യ തുടങ്ങുന്നത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് t/n-1/2 എന്ന് പറയുന്ന സംഭവം. ഇവിടെ നമുക്ക് ഇവിടെ ഈ 2ന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ വേണ്ടേ? ആ 2 അവിടെ നമുക്ക് വേണ്ട. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ, അല്ലെ ആദ്യ സംഖ്യ കണ്ടുപിടിക്കാൻ, നമ്മൾ എന്താ t/n-1 പറയുള്ളൂ. ഇവിടെ 2 വേണ്ട. തുടർച്ചയായിട്ടുള്ള എണ്ണസംഖ്യയാണെങ്കിൽ മാത്രം /2 കൊടുക്കുക. /2. ഇവിടെ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നോക്കാം. t=70. തുക 70ആണ്. n എത്രയാണ്? 5 ആണ്. -5 - 1 70/5. 70/5 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 70/5 1 5 5 പോയിട്ട് 2 20 5 4 20. അപ്പോൾ 14 കിട്ടും. -5 1 പോയാൽ 4 കിട്ടും. =14 4 പോയാൽ 10. അപ്പോൾ ഇരട്ടസംഖ്യയാണ്. അപ്പോൾ ആദ്യ സംഖ്യ നമുക്ക് ഇവിടെ കിട്ടി 10 ആണ്. 10 എന്ന് പറയുന്നത് ഒരു ഇരട്ടസംഖ്യയാണ്. അപ്പൊ തൊട്ടടുത്ത ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 12. നമുക്ക് 10 12 14 16 18 1 2 3 4 5. അപ്പൊ ഇതിന്റെ സം 8 6 14 4 18 12 20. 20ന് 0 സിസ്റ്റം 2 3 4 5 6 7. അപ്പം തുടർച്ചയായിട്ടുള്ള ഇരട്ടസംഖ്യകളെ 5 ഇരട്ടസംഖ്യകളുടെ തുക തന്നാൽ നമുക്ക് ആ സംഖ്യാശ്രേണി കണ്ടുപിടിക്കുന്ന രീതിയാണ്. മനസ്സിലാക്കണം വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. അടുത്ത് നമുക്ക് ഒറ്റ സംഖ്യയാണ് തരുന്നതെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെയാണ്, ഈക്വേഷൻ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതേ കണക്കാണ് ചെയ്യാം. നോക്കാം. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യയുടെ തുക 75 വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ആദ്യ സംഖ്യ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ, ആദ്യ സംഖ്യ എന്താണ് നമ്മൾ t/n-1. അപ്പൊ t എന്ന് പറയുന്നത് 75 ആണ്. n എന്ന് പറയുന്നത് 5 ആണ്. -n-1 എന്ന് പറയുന്നത് 4 ആണ്. 5 - 1 = 4. നമുക്ക് വില കൊടുക്കാം, സംശയം വരാതിരിക്കാൻ. 5 - 1 = 4. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 75/5 1 5 5 2 25 5 5 25 0. അപ്പം 15 വരും. -5 എന്ന് പോയാൽ 4 വരും. തരും 11. അപ്പോൾ 11 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ആദ്യ ഒറ്റ സംഖ്യ എന്ന് പറയാൻ 11 ആണ്. അത് കഴിഞ്ഞാൽ 11 13, അത് കഴിഞ്ഞാൽ 13 15 15 17 17 19 1 2 3 4 5. 9 16 5 21 3 24 25ന് 5 സിസ്റ്റം 2 3 4 5 6 7 75. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളാ
അതിൻ്റെ എണ്ണവും തരികയാണെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകൾ പറയുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ചെയ്യാം. ഒറ്റ സംഖ്യകളാണെങ്കിൽ ഇരട്ട സംഖ്യകളാണെങ്കിലും സെയിം ഇക്വേഷനാണ്, നമുക്കിത് ഉപയോഗിച്ച് ചെയ്താൽ മതി. തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ച് ആ മൊത്ത സംഖ്യയിൽ നിന്ന് കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ ആൻസർ. പക്ഷേ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? n-1 ഇട്ടിട്ട് by 2 കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സും ഇതുപോലുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. അപ്പം ഈ 2 ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് മനസ്സിലാക്കി തറവായി കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു കണക്കും വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.